Hi guys, welcome to my channel and this is Atira Tara with another exciting vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു ഈവനിങ് വ്ലോഗാണ്. മെക്ലനൻ പാർക്ക് കാൻഡിയിൽ കിഷ്ണർ ഏരിയയിലുള്ള ഒരു പാർക്കിലോട്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. സോ ലെറ്റ്സ് എക്സ്പ്ലോർ ദാറ്റ്. Don't play with it, don't be dishonest. ഞങ്ങൾ താമസിക്കുന്നതിനടുത്ത് ഒരുപാട് കുട്ടി കുട്ടി പാർക്സ് ഉണ്ടെങ്കിലും കൂട്ടത്തിൽ ഏറ്റവും വലിയ പാർക്കാണ് മെക്ലനൻ പാർക്ക്. ഇന്ന് ഞാൻ വിത്ത് മൈ ഫാമിലി ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട് മെക്ലനൻ പാർക്കിലാണ് എത്തിയിരിക്കുന്നത്. ഫാമിലി ടൈം ഇസ് ദ ബെസ്റ്റ് ടൈം എന്നാണല്ലോ. എസ്പെഷ്യലി ഇതുപോലൊരു വൈബ്രൻറ്റ് പാർക്ക് നമുക്ക് അടുത്തുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫീല് കൂടിയാണ്. ഈ പാർക്കിൽ കിഡ്സിനും അഡൽട്ട്സിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പ്ലെൻറ്റി ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്കതൊക്കെ ഒന്ന് കണ്ടാലോ? വാ നമുക്ക് പോവാം. ആദ്യം തന്നെ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നിന്നപ്പോഴാണ് ഈ സംഭവം കണ്ണിപ്പെട്ടത്, പാർക്ക് മാപ്പ്. അപ്പോൾ ഈ പാർക്കിൽ നമുക്ക് എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ളതും എവിടെയൊക്കെയാണ് എന്തൊക്കെ ഉള്ളത് എന്നുള്ളതും വ്യക്തമായിട്ട് നമുക്ക് ഈ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ കുന്നൊന്ന് കയറാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പതുക്കെ നടക്കുകയാണ്. കുറച്ചു ദൂരം നടന്നപ്പോൾ തന്നെ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും വമ്പന് നടക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങി. അവസാനം ഞങ്ങൾ എടുത്ത് നടക്കേണ്ടി വന്നു. അപ്പോൾ നമ്മളൊരു കുന്ന് കയറുകയാണ് ഗൈസ്. അച്ഛന് പോലും കഷ്ടപ്പെട്ടൊരു കുന്ന് കയറുകയാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കുന്ന് കയറുന്ന കയറുകയാണ്. നമ്മൾ മലയാളികൾ പറയുന്ന പോലെ നല്ല പ്രകൃതി രമണീയതയും പച്ചപ്പും കാറ്റും ഒക്കെ കൊണ്ട് ഈ കുന്ന് കുറച്ച് കഷ്ടപ്പെട്ട് കയറാൻ ഭയങ്കര ത്രില്ലായിരുന്നു. അതിനേക്കാളും എക്സൈറ്റിംഗ് ആയത് ഇതിൻ്റെ മുകളിൽ എത്തുമ്പോൾ കിട്ടുന്ന വ്യൂ ആണ്. ഒരു ട്രിവാൻഡ്രക്കാരി ആയതുകൊണ്ട് തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല. പൊന്മുടിയിൽ എത്തിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. അവിടുത്തെ ആ കാറ്റും ചെറിയ തണുപ്പും അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ തിരിച്ച് പൊന്മുടിയിലെത്തിയതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ നടന്ന് ആ ഹിൽ ടോപ്പിലെത്തി. ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന പരന്ന് നിൽക്കുന്ന പച്ചപ്പും ഹിൽസിൽ നിന്ന് കാണുന്ന ലാൻഡ്സ്കേപ്പും പിന്നെ വാസ്റ്റ് ഓപ്പൺ സ്കൈയും എല്ലാം കൂടി ഹിൽ സൈഡ് വ്യൂ ഒരു സ്വപ്ന ലോകമാക്കി മാറ്റി തീർത്തു. മനസ്സിൻ്റെ ആഴത്തിൽ സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. അതിനു പുറമെ ഫാമിലി ടൈം സ്പെൻഡ് ഇൻ സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഇസ് പ്രൈസ്ലെസ്. ഇത്രയും പീസ്ഫുൾ ആംബിയൻസ് നേച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിടക്കുന്നത് കാണേണ്ട കാഴ്ച തന്നെയാണ്. വ്യൂ ഒക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് താഴോട്ടുള്ള പാർക്കും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് അവിടെ നിന്ന് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു കുറേ നേരം ആയില്ലേ, ഈവനിങ്ങും ആയി, അപ്പോൾ പിന്നെ നമുക്കിനി പാർക്കിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ്. എന്തായാലും കയറിയതിനേക്കാളും വളരെ എളുപ്പമായിരുന്നു താഴോട്ട് ഇറങ്ങാൻ വേണ്ടി. അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അടുത്തുള്ള ചിൽഡ്രൻസ് പാർക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം എന്ന് വിചാരിച്ചാണ് അവിടുന്ന് താഴോട്ട് ഇറങ്ങിയത്. താഴോട്ട് ഇറങ്ങാൻ വളരെ എളുപ്പമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ താഴോട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് തെന്നി വീഴുമെന്നല്ല പേടിയുണ്ടായിരുന്നു. ഒന്നാമത് നമ്മൾ വീഡിയോയും കൂടെ എടുത്തിട്ടാണല്ലോ ഇറങ്ങുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും അവിടുന്ന് ഒരു ഷോർട്ട് കട്ട് കണ്ടു. ഇതിന് ഇടയിൽ കൂടെ ഒരു കാട്ടിൽ കൂടെ കയറിയാൽ ആ ചിൽഡ്രൻസ് പാർക്കിൽ പെട്ടെന്ന് എത്താമെന്ന് തോന്നി. അതുവഴി ആൾക്കാർ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ കണ്ടപ്പോൾ ഞങ്ങൾക്കും ധൈര്യമായി. ഞങ്ങളങ്ങനെ അതുവഴി കൂടെ പോവുകയാണ്. നല്ല രസമായിരുന്നു കേട്ടോ. അതിൻ്റെ ഷോർട്ട് കട്ട് നമ്മൾ എത്തിത്തീരുന്ന സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും അവിടെ ഒരു ചെറിയ പോണ്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോഴത്തേക്കും അവിടെ ബാസ്കറ്റ് ബോളിൻ്റെ കോർട്ടും ഒരുപാട് പേര് നിന്ന്, അതായത് രണ്ട് സൈഡിലും ബാസ്കറ്റ് ബോളിൻ്റെ കോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ കാണുന്നത് സ്പ്ലാഷ് പാഡായിരുന്നു. അതായത് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പാകത്തിനുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ചീറ്റി തെറിപ്പിച്ചൊക്കെ പോകുന്ന ഒരു സംഭവമായിരുന്നു. അത് കണ്ടപ്പോൾ തേജുവിന് കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വിട്ടില്ല. എന്താ വെച്ചാൽ ഒന്നാമത്തെ കാര്യം അവൻ കുളിച്ചിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ ഇനി വീട്ടിൽ പോയിട്ട് കുളിച്ച് മൊത്തത്തിൽ ദേഹം മൊത്തം വെള്ളമൊക്കെ ആക്കി കഴിഞ്ഞാൽ ഒരു പാടായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ വിട്ടില്ല. അവിടുന്ന് നേരെ നടന്ന് ഞങ്ങൾ പിന്നെ ചിൽഡ്രൻസ് പാർക്കിലോട്ടാണ് പോയത്.
ചിൽഡ്രൻസ് പാർക്കിൽ എത്തിയപ്പോൾ പിന്നെ അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം ആണ് കേട്ടോ, ഇതിനകത്തൊരു സ്റ്റീറിങ് പോലൊരു സംഭവമുണ്ട്, ഈ കാറിൻ്റെയൊക്കെ സ്റ്റീറിങ്. അത് അവന് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സാധനമാണ്. ഏത് പാർക്കിൽ പോയാലും അവ ആദ്യം നോക്കുന്ന ആ സംഭവമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു. ആദ്യം അത് ആശാൻ്റെ കണ്ണിൽ പെട്ടില്ല. പിന്നെ സ്ലൈഡ്, ഏത് പാർക്കിൽ പോയാലും ആദ്യം അവിടുത്തെ സ്ലൈഡിൽ കയറാൻ കുറച്ച് പാടാണ്. അതൊന്ന് യൂസ്ഡായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് താമസമാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നിർബന്ധിച്ചിട്ടൊക്കെ അതിലൊക്കെ കയറി വന്നു. പിന്നെ അവിടെ ഉള്ള ഓരോ സംഭവങ്ങളൊക്കെ നോക്കിയും ഓടിയും കളിച്ചുമൊക്കെ നടക്കുമായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് ദൂരെ ഒരു കാഴ്ച കണ്ടത്, പട്ടം പറത്തുന്ന കാഴ്ച. കുറേ നാൾ കൊച്ചിലേക്ക് കണ്ടിട്ടുള്ള സംഭവമാണ് കേട്ടോ, ഇങ്ങനെ പട്ടമൊക്കെ പറത്തുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനൊരു സംഭവമൊക്കെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതിനുശേഷം ഞങ്ങളിങ്ങനെ ഫുൾ ചിൽഡ്രൻസ് പാർക്കായിരുന്നു കേട്ടോ. ഫുൾ അവിടെ കളിക്കാനായിട്ട് ഇഷ്ടം പോലെ ഒരുപാട് ഐറ്റംസ് അവിടെ വച്ചിട്ടുണ്ട് നമുക്ക് കളിക്കാൻ പാകത്തിന്. കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പാകത്തിന്. പിന്നെ തേടി പിടിച്ച് നമ്മുടെ നമ്മുടെ സംഭവം കണ്ടുപിടിച്ചു. അതിനുശേഷം അവിടെ പിന്നെയും കുറേ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഫോട്ടോ എടുക്കുന്ന പോലുള്ള സംഭവങ്ങളാണ്, കോർണർ സ്റ്റോർ എന്നൊക്കെ വെച്ചിട്ട് അവിടെ ഫോട്ടോ എടുക്കുന്നത്. പിന്നെ ഇത് മ്യൂസിക്കൽ ഐറ്റംസ് ആണ് കേട്ടോ. ഈ സംഭവങ്ങളെല്ലാം തിരിക്കുമ്പോഴും ഓരോ ടൈപ്പ് ഓഫ് സൗണ്ടൊക്കെ കേൾക്കുമായിരുന്നു. അതുപോലെ ഈ റിങ്സ് ഓരോന്നും അത് ഈ കാറ്റടിക്കുമ്പോഴും അതിനകത്ത് ഇങ്ങനെ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കും. നമ്മൾ ചെന്ന് അതിൽ തൊട്ടാലും അത് ഓരോ ടൈപ്പ് സൗണ്ട് ആ റിങ്സിൽ നിന്നൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പാർക്കും കാണുന്നത് കാനഡയിൽ വന്നിട്ട്. അതുമാത്രമല്ല ഒരുപാട് കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നുണ്ട് കളിക്കാനായിട്ടാണെങ്കിലും അവരുടെ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും മെഡിറ്റേഷൻ ആണെങ്കിലും. കുറേ പേര് അവിടെ ജോഗ് ചെയ്യുന്നുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ കളിക്കുകയാണ്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അറിയില്ലെങ്കിൽ പോലും എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ലെറ്റേഴ്സൊക്കെ എഴുതി വെച്ചിട്ടുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പം ABCD കണ്ടോ, തേജ് ഓരോന്നായിട്ട് ഇങ്ങനെ ABCDEFG അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടും കാണാനായിട്ടുമുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളൊരു സൈഡിൽ ചെന്നിങ്ങനെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ ഇരുന്ന് എടുക്കുമായിരുന്നു. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കിൽ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പാകത്തിനുള്ളൊരു ഇതല്ല. അപ്പോൾ അത്രയൊക്കെ ആയിരുന്നു അന്ന് നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നത്. നല്ലൊരു ഈവനിങ് ആയിരുന്നു. നമുക്ക് ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നും. അത് മാത്രമല്ല നല്ലൊരു അറ്റ്മോസ്ഫിയറും കൂടെയാണ്. നമുക്ക് ഇത്ര ആൾക്കാരും നല്ല കാറ്റും അതുപോലെ ചെറിയ തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനായാലും കുറച്ച് ദൂരം നടക്കാനായാലും ബോഡിക്കാണെങ്കിലും മൈൻഡിനാണെങ്കിലും നന്നായിട്ട് റിഫ്രഷ് ചെയ്ത് നമുക്ക് വരാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് തോന്നി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പാർക്കിലെ വ്ലോഗ് ഇവിടെ തീരുകയാണ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പം എന്തായാലും എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ഞങ്ങളുടെ നല്ലൊരു ഈവനിങ് ആയിരുന്നു മെക്ലെനൻ പാർക്കിൽ ഉണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ സച്ച് വീഡിയോസ്. Until next time, stay blessed and keep smiling. Signing off, Adira Thara. Bye bye.